ഹായ് ഹായ് ഹായ്, എൻ്റെ പേര് അക്ഷയ്. ഞാൻ കണ്ണൂരാണ് സ്ഥലം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും യൂട്യൂബ് ചാനലാണല്ലേ. തൊട്ടുള്ള എല്ലാവരുടെ കയ്യിൽ യൂട്യൂബ് ചാനലുണ്ട്. എല്ലാവരും വീഡിയോസ് ഇടുന്നു, റീൽസ് ഷെയർ ചെയ്യുന്നു, ഷോർട്സ് ഷെയർ ചെയ്യുന്നു. അങ്ങനെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവല്ലേ യൂട്യൂബ് ചാനൽ തുടങ്ങണം, ഒരുപാട് സ്ഥലം കാണണം, അല്ലെങ്കിൽ ഒരുപാട് പൈസ ഏൺ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാലമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. എന്തായാലും ഞാനിപ്പോൾ തുടങ്ങാൻ പോവാണ്. യൂട്യൂബ് ചാനൽ പേരോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. എൻ്റെ കണ്ടന്റ് എന്താണെന്ന് പോലും എനിക്കിപ്പോഴും അറിയത്തില്ല. എന്തായാലും കൂടുതലും ട്രാവലിംഗ് വീഡിയോസ് ആയിരിക്കും. പക്ഷേ എല്ലാവരും ചെയ്യണമല്ലോ. ഇപ്പം ഒട്ടുമിക്ക എല്ലാവരും ട്രാവലിംഗ് വീഡിയോസ് ഇടുന്നുണ്ട്, ഒരുപാട് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ അല്ലാണ്ട് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണത്. അങ്ങനെയാണ് ഞാനിപ്പം ഇതിൻ്റെ അകത്ത് എത്തിയേക്കണത്. ഇത് ട്രെയിലർ വണ്ടിയാണ്. ഞാൻ ട്രെയിലർ അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളൊന്നല്ല, പക്ഷേ എനിക്ക് ഒരുപാട് യാത്ര ചെയ്യണം, ഇന്ത്യയിൽ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും ഒന്ന് കവർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഇതിനുള്ള ഒരു സാഹചര്യം എനിക്ക് ഒത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പം വന്നേക്കുവാണ്. ഇപ്പോൾ നമുക്കറിയാം, വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു വികാരം തന്നെയായിരിക്കില്ല. ഡ്രൈവിങ്, വണ്ടികൾ, അങ്ങനെ കേരളത്തിലുള്ള ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് ഒട്ടുമിക്ക ആൾക്കാർക്കും വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജീവനാണ്. അപ്പോൾ എനിക്കും ചെറുപ്പം മുതലേ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭ്രാന്താണ്. ഓക്കെ, ഞാൻ പഠിച്ചതും അതിനുശേഷം വർക്ക് ചെയ്ത കാര്യങ്ങളും അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് ഇപ്പം എൻ്റെ ഒരു പാഷൻ്റെ പുറത്ത് ലൈഫിൽ വിജയിച്ചിട്ടുള്ള 90% ആൾക്കാരും പറയണ കേൾക്കാം, നമുക്ക് എന്താണോ താല്പര്യം, എന്താണോ പാഷൻ, അതിലേക്ക് നമ്മൾ ഊന്നൽ കൊടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ വിജയിക്കും എന്ന് പറയണ കേട്ടിട്ടുണ്ട്. ഞാൻ എന്തിനും എൻ്റെ പാഷൻ മാറ്റി വെച്ചിട്ട് ജീവിക്കണം എന്ന് ആലോചിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടും ഇങ്ങനെ വണ്ടിയിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ട്രെയിലറിൽ വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു കോയമ്പത്തൂർ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടാണുള്ളത്. ഇന്നെൻ്റെ ഫസ്റ്റ് തൊട്ടാണ്. ലോഡ് എങ്ങോട്ടേക്കാണോന്നും അറിയത്തില്ല. ഞാനിവിടെ കോയമ്പത്തൂർ പീലുമേട്ടിൽ ഗുഡ് ഷെഡിൽ വന്ന് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ കോണ്ടന്റ് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവാറും ഞാൻ എങ്ങോട്ടേക്കൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്, ഒരു ട്രെയിലറിൽ ഓൾ ഇന്ത്യ കവർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ സംഭവിക്കണത്, എന്തൊക്കെയാണ് മോശം കാര്യങ്ങൾ സംഭവിക്കണത്, എല്ലാ കാര്യങ്ങളും, എൻ്റെ എല്ലാ എക്സ്പീരിയൻസും, എനിക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വരുമാനം വരുന്നത്, എല്ലാ കാര്യങ്ങളും എത്രയാണ് വരുന്നത്, ഈച്ച് ആൻഡ് എവറി പോയിന്റ് എനിക്ക് കവർ ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇഷ്ടപ്പെടുമോ ഇല്ലയൊന്നും എനിക്കറിയത്തില്ല. എന്നാലും എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ എനിവേ, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഒരുപാട് പോരായ്മകളുണ്ടാകും. എനിക്ക് ക്യാമറേൻ്റെ മുന്നിൽ നിൽക്കുമ്പം തന്നെ എനിക്ക് ടെൻഷനാണ്. എന്താ പറയണ്ടത്, ചില സമയത്ത് കട്ടായി പോകും. അതുകൊണ്ട് എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാണ്ടാണ് ഞാൻ ട്രെയിലറിലേക്ക് വന്നേക്കണം. ബാക്ക് ഇടാനൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത്, ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് അങ്ങ് ചെയ്യുകയാണ്. ഞാൻ എന്തൊക്കെ പൊട്ടത്തരങ്ങൾ ചെയ്യുന്നുണ്ട്, എനിക്ക് എന്തൊക്കെ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്, ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇനി ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒറ്റക്കാണ് ഞാൻ യാത്ര ചെയ്യാൻ പോകുന്നത്, വേറെ വണ്ടികളൊന്നുമില്ല. കമ്പനീൻ്റെ റൂൾസ് അനുസരിച്ചിട്ട് ഒരു ദിവസം മിനിമം 400-500 കിലോമീറ്റർ, മിനിമം 400 കിലോമീറ്റർ ഓടണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ലോഡ്, പാസിംഗ് ലോഡ് തന്നെ അത്യാവശ്യം നല്ല ടണ്ണേജ് വരുന്ന ലോഡാണ്. പിന്നെ അറിയാലോ, ബാക്കി കാര്യങ്ങൾ ഞാൻ പറയണില്ല. അതിനെക്കുറിച്ച്, ലോഡിനെ കുറിച്ചും കമ്പനീനെ കുറിച്ചൊന്നും ഞാൻ പറയണില്ല. അവിടെ കമ്പനിയിൽ പോയ സമയത്ത് തന്നെ ഒരുപാട് മലയാളീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരോടൊക്കെ ചോദിച്ച സമയത്ത് ഓരോരോ ആൾക്കാർ ഓരോ എക്സ്പീരിയൻസ് ആണ് പറയണത്. ഒന്ന് ചിലർ പറയണ ഒരു കുഴപ്പമില്ല, നീ പോയിട്ട് ഇന്ത്യയിൽ ചുറ്റിക്കറങ്ങിയ ഒരു കുഴപ്പമില്ല, എവിടെ വേണമെങ്കിൽ വണ്ടി കിട്ടോ, അങ്ങനെയൊക്കെ പറയണവരുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മളെ ശരിക്കും പേടിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഡാബകളിൽ മാത്രമേ വണ്ടി നിർത്താവൂ, ഓരോ സ്ഥലത്ത് രാത്രി വണ്ടി നിർത്താൻ പാടില്ല, ഓരോ സ്ഥലത്ത് വണ്ടി രാത്രി കാലങ്ങളിൽ ഓടാനേ പാടില്ല, അത് ആ സ്ഥലം എത്തുന്നതിന് മുന്നേ നിർത്തിയിടണം. കേരളത്തിൽ മാത്രമാണ് അവർക്ക് ഇതുവരെ ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ഇല്ലാണ്ടിരുന്നിട്ടുള്ളൂ എന്നാണ് പറയണത്. ബാക്കി എല്ലാ സ്ഥലത്തും ഓരോരാൾക്കായിട്ട് എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. ബാറ്ററി കട്ടുകൊണ്ട് പോവുക, ഫ്യൂവല് കട്ടുകൊണ്ട് പോവുക, അങ്ങനെയുള്ള ഇഷ്യൂസ് ഒരുപാടുണ്ട്. പിന്നെ കൊള്ളക്കാർ, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അറിയില്ല എന്തൊക്കെ എക്സ്പീരിയൻസിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്, എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ പുറത്തേക്ക് പോകാൻ
ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് എവിടെയാണ് നമ്മൾ ഉറങ്ങാൻ പോവുക. വണ്ടിയിലാണ് ഞാൻ എന്തായാലും ഉറങ്ങാൻ പോകുന്നത്, അത് ഓക്കെ ആയി. പിന്നെ രണ്ടാമത്തെ കൺസേൺ എന്ന് പറയുന്നത് ഫുഡ്. പിന്നെ ഞാൻ ചെറുപ്പം മുതൽ പഠിച്ചൊക്കെ തമിഴ്നാട്ടിലൊക്കെ ആയതുകൊണ്ട് വളരെ വൃത്തിയായിട്ട ഫുഡൊക്കെ കഴിച്ച് ശീലമുള്ളത് കൊണ്ട് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. മെയിൻ കൺസേൺ ബാത്റൂം ആയിരിക്കും. ബാത്റൂം, ടോയ്ലറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും മെയിൻ കൺസേൺ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു വിശ്വാസം. ബാക്കിയുള്ള കാര്യങ്ങൾ റൂട്ട് മാപ്പ് ഒന്നും അറിയത്തില്ല, ഒരു എക്സ്പീരിയൻസും ഇല്ലാണ്ടാണ് ഞാൻ പോണത്. ഓക്കെ, ബാക്കി എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ടാവും. എല്ലാവരും ഒരു തവണയെങ്കിലും ആരെങ്കിലും കൂടെയെങ്കിലും യാത്ര ചെയ്തവരാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. ഓക്കെ, എന്നെ പോലെ ഒറ്റയ്ക്ക് ഇതുവരെ ഇന്ത്യയിൽ എവിടെയെങ്കിലും പോകാത്ത ആരും ഉണ്ടാകത്തില്ല. ഞാൻ പോയിട്ടുണ്ട്, ബൈക്ക് എടുത്തിട്ട് പോയിട്ടുണ്ട്, പക്ഷേ ഇത്രയും വലിയ വണ്ടിയൊന്നും എടുത്തിട്ട് ഞാൻ പോയിട്ടില്ല. നൈറ്റ് മുഴുവൻ ഓടേണ്ടി വരും, അങ്ങനെയുള്ള സിറ്റുവേഷനിലൊന്നും ഞാൻ പോയിട്ടില്ല ഇതുവരെ. അറിയില്ല എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണേന്ന്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കണേ. ഏതായാലും എനിക്കിതുവരെയായിട്ട് ലോഡായിട്ടില്ല. ഞാൻ രാവിലെ 4 മണിക്ക് ഇവിടെ വന്നേക്കുവാണ്. ഇപ്പോൾ സമയം ഏകദേശം 4 മണിയായി, വൈകുന്നേരം 4 മണിയായി. എനിക്കിതുവരെ ലോഡായിട്ടില്ല, എപ്പോഴാണ് ലോഡാകുകയെന്ന് അറിയത്തില്ല. ലെറ്റ്സ് സീ. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കണമെന്നുള്ളതൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ വീഡിയോസ് ആൾക്കാർ കാണുന്നുണ്ടോ നോക്കട്ടെ, ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കട്ടെ. ഇത് ഫസ്റ്റ് വീഡിയോ ആണ്, ഇത് കണ്ടു കഴിഞ്ഞാലൊന്നും ഇഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല. കോണ്ടന്റ്, നല്ല കോണ്ടന്റുകൾ വന്നു കഴിഞ്ഞാലേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുള്ളൂ എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അണ്ണേ ലോഡാകല്ലേ? கூட வந்தவரெல்லாரும் கிளம்பிட்டு கூட கீழே இறக்கி வச்சிருப்பாங்க. கீழே இருக்கு, இல்லை கடைசியில் ஏற்றிட்டு இருக்காங்க. நான் கேட்டு சொல்கிறேன். ഫുള്ള് പൊടിയാണ്. സമയം ഇപ്പം 7 മണിയായി. ഇതിൻ്റെ അകത്ത് നമ്മൾ ട്രെയിലറായാലും ഇങ്ങനെ ലോഡ് എടുക്കാൻ പോകുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പല സ്ഥലത്ത് ഇതേപോലെ ആൾട്ടാവും, പോസ്റ്റാകും. ഞാനിത് രാവിലെ 4 മണിക്ക് ഇവിടെ എത്തിയതാണ്. ഇതുവരെയായിട്ട് എനിക്ക് ലോഡായിട്ടില്ല. എൻ്റെ കൂടെയുള്ളവരൊക്കെ ലോഡായിട്ട് പോയി. ഓക്കെ, ഇതുവരെ എനിക്ക് ലോഡായിട്ടില്ല. അതിൻ്റെ ഫ്രസ്ട്രേഷൻ എനിക്ക് നന്നായിട്ടുണ്ട്. കാരണം ഞാൻ കമ്പനിയിൽ വന്നിട്ട് 7ഓളം ദിവസം വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് വണ്ടി കിട്ടിയേക്കുന്നത്. കൂടെ വന്ന എല്ലാവരും ഒരു ദിവസം, 1.5 ദിവസം, 2 ദിവസം കൊണ്ട് വണ്ടി എടുത്തിട്ട് പോയായിരുന്നു. ഡോർ കൂടി എനിക്ക് മാത്രം വണ്ടി കിട്ടിയേക്കണത് ഒരാഴ്ച വെയിറ്റ് ചെയ്തിട്ടാണ്. 5 ദിവസം വണ്ടിക്കായിട്ട് വെയിറ്റ് ചെയ്തു. 5 ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസം വണ്ടിക്ക് വർക്ക് ഉണ്ടായിരുന്നു. അവിടുന്ന് വണ്ടി തരുന്ന സമയത്ത് എല്ലാ വർക്കും നമ്മൾ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ ടയറിൻ്റെ വർക്കാണെങ്കിൽ, മെക്കാനിക്കൽ വർക്കാണെങ്കിൽ എന്തായാലും എല്ലാം ചെയ്തിട്ടാണ് നമുക്ക് വണ്ടി തരിക. ഓൾമോസ്റ്റ് എല്ലാ വർക്കും ചെയ്തിട്ടാണ് എനിക്ക് വണ്ടി തന്നേക്കണം. അപ്പോൾ അതിന് 2 ദിവസം സമയമെടുത്തു. എന്നിട്ട് ഇവിടെ വന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഇപ്പോഴും ലോഡാകണില്ല എന്ന് അറിയുമ്പോൾ കുറച്ച് ഇങ്ങനെ നല്ല ഫ്രസ്ട്രേഷൻ വരുന്നുണ്ട്. ഇട്ടിട്ട് പോയാലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷേ നോക്കാം എപ്പോഴാണ് ലോഡ് വരിക. ഇന്ന് എന്തായാലും വരും എന്നൊക്കെയാണ് പറയണത്. ബാക്കി കൂടെ 5 പേരാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ ഇപ്പോൾ ഒരു 10-400ഓളം വണ്ടിയുണ്ട്. ഓക്കെ, ഗുഡ്സിൽ ലോഡ് വന്നിട്ട് ഗുഡ്സിൽ നിന്ന് വണ്ടിയിലേക്ക് കയറ്റിയിട്ട് ഓരോ സ്ഥലത്തേക്ക് വിടുക ചെയ്യാം. ബാക്കിയുള്ള 4 പേരും പോയി, ഞാൻ മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. അറിയില്ല എപ്പോൾ ലോഡാവുമെന്ന് അറിയില്ല. അപ്പോൾ ഫൈനലി ഇപ്പം സമയം എത്രയാണ്? 7:33. എനിക്കിപ്പോൾ വിളി വന്നിട്ടുണ്ട് ഗുഡ് ഷെഡിൽ ലാസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പ്രശ്നമാണ്, കാരണം നൈറ്റാണ്, ഒന്നും കാണത്തില്ല. ഇത് എവിടെയിട്ട് വളർത്തുന്ന പോലെ എനിക്കൊരു പിടുത്തമില്ല. പിന്നെ അവിടെ ഗുഡ് ഷെഡിൽ ഒരു വണ്ടി യൂ ടേൺ അടിക്കാൻ കറക്റ്റ് അളവിൽ മാത്രമാണ് സ്ഥലമുള്ളത്. അവിടെ കുറേ വണ്ടികളും കമ്പികളൊക്കെ ഇറക്കി വെച്ചേക്കുണ്ടാവും. അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വണ്ടി ഇറക്കണം. അറിയില്ല എന്താ സംഭവിക്കാൻ പോകണമെന്ന് അറിയില്ല. നോക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് എയർ കുറവാണ്. എൻ്റെ വണ്ടി ടാറ്റ സിഗ്നിയാണ് കേട്ടോ. 2020 മോഡലാണ്. BS4 ആണ് വണ്ടി. എന്താ പറയുക, ഡെഫും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ. പിന്നെ സിംഗിൾ ക്രൗൺ അല്ല, ഡബിൾ ക്രൗൺ ആണ്. അത്യാവശ്യം ലോങ് വണ്ടിയാണ്, 40 ഫീറ്റ് വണ്ടിയാണ്. മഴയും പെയ്യണുണ്ട്. ഞാനൊന്ന് വണ്ടി അവിടെ എങ്ങനെയെങ്കിലും കൊണ്ടിടാൻ പറ്റുമോ നോക്കട്ടെ.
നല്ല മഴയുണ്ട്, ഒരുപാട് വണ്ടികളും ഉണ്ട്, ട്രാഫിക് ജാമാണ്. ആ 3 വണ്ടി എടുത്തിട്ടുണ്ടോ, 1 2 3, അതിൻ്റെ സൈഡിലേക്ക് കൂടി നമുക്ക് റൈറ്റിലേക്ക് കയറി പോകണം. ഞാൻ ഇവിടുന്ന് പാർക്കിങ്ങിൽ നിന്ന് വണ്ടി പുറത്തേക്ക് എടുക്കാൻ തന്നെ കുറേ സമയം എടുത്തു. ഒരുപാട് വണ്ടി ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം പാർക്കിംഗ് ഒക്കെ ഫുള്ളായേക്കണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഇനി അവിടെ നിന്ന് വരുന്ന വണ്ടികൾ, അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടികൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാലേ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇല്ല ഞാൻ ഇവിടുന്ന് വണ്ടി മാറ്റി കൊടുക്കേണ്ടി വരും. ആകെപ്പാടെ പ്രശ്നമാണ്. ഇതുപോലെയാണ് ക്രെയിൻ വെച്ചിട്ട് കമ്പിയാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. TMTയുടെ SWയുടെ ഒക്കെ കമ്പിയാണ്. അങ്ങനെ അപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആദ്യത്തെ ലോഡ്, കന്നി ലോഡ് കേട്ടെ. അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം ഇപ്പോൾ സമയത്ത് 10:49 10:50 അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം 10:50 എനിക്ക് ബില്ല് കിട്ടി. അതിൻ്റെ ഇടയിൽ ബില്ല് ശരിയായില്ല, ബില്ല് ലോക്കായി എന്നും പറഞ്ഞിട്ട് ഇന്ന് ചിലപ്പം പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റായി. ഞാൻ ആകെപ്പാടങ്ങ് ടെൻഷനും അടിച്ചു, ദേഷ്യവും പിടിച്ചു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ ഒരുപാട് ദിവസം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും കൂടെ പോകാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് വല്ലാണ്ട് മടുപ്പായി പോവായിരുന്നു. അങ്ങനെ ലോഡൊക്കെ കയറ്റി ഇനി ഇതിന് ടാർപ്പ കൊത്തണം, ചെയിൻ ഇടണം, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് ഇതൊക്കെ ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പോവാണ്. അങ്ങനെ നമ്മൾ ധാരാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് എത്താറായി കേട്ടോ. ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ ധാരാപുരം എന്ന് പറയുന്ന സ്ഥലത്തെത്തും. ഞാൻ പറയാൻ പറഞ്ഞത് ലോഡ് കയറ്റി, ലോഡ് ഡിണ്ടിഗൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ലോഡ് പോകുന്നത്. അതിന് ശേഷം ഞാൻ താർപ്പായൊക്കെ എടുത്ത് പൊക്കിയായിരുന്നു. ഇത് നല്ല മഴയായിരുന്ന സമയത്ത്, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. താർപ്പായൊക്കെ എടുത്ത് പൊത്തി. എനിക്ക് താർപ്പ കൊത്താനൊന്നും അറിയത്തൊന്നുമില്ല. ഞാൻ എൻ്റേതായ രീതിയിൽ താർപ്പ പൊത്തി. വലിയ കുഴപ്പമൊന്നുമില്ല, എവിടെ ഇളകിപ്പോയിട്ടൊന്നും കാണുന്നില്ല. ഇനി കുറച്ച് സമയം ഒന്ന് കിടന്നിട്ട് പോകാമെന്ന് വിചാരിക്കണം. ഒരു 1-2 മണിക്കൂർ. ഇനി ഒരു 146 കിലോമീറ്ററും കൂടെ ഓടിയാനുണ്ട്. കുറച്ച് സമയം ഒന്ന് ഉറങ്ങിയിട്ട് പോവാം. ഇവിടെ കൊതുക് കടിക്കുമെന്നൊന്നും അറിയത്തില്ല. ഞാൻ അവിടെ നിന്ന് കോയമ്പത്തൂരിൽ എൻ്റെ വണ്ടിയുടെ കമ്പനിയിൽ, അവിടെ വണ്ടിയിൽ കിടന്നാലും കൊതുകടിയാണ്, പുറത്ത് ഡ്രൈവേഴ്സ് ലോഞ്ചിൽ കിടന്നു കഴിഞ്ഞാലും കൊതുകടിയാണ്. കൊതുകടി കൊണ്ട് ഉറങ്ങാൻ പറ്റത്തില്ല. പിന്നെ തമിഴ്നാട് പ്രത്യേകിച്ച് എല്ലായിടത്തും കൊതുകിൻ്റെ ശല്യം ഭയങ്കരമാണ്. അറിയില്ല, നോക്കാം എന്തായാലും. നല്ല തണുപ്പുണ്ട്, മഴയുണ്ട്. ബാറ്ററിയുടെ താക്കോലില്ല, താക്കോല് പൊട്ടിച്ചേക്കണ്. പഴയ താക്കോല്, പൂട്ടിന് താക്കോലുണ്ടായിരുന്നില്ല, അപ്പോൾ പൂട്ട് പൊട്ടിച്ചേക്കുക. ആരെങ്കിലും അടിച്ചോണ്ട് പോകുമെന്ന് അറിയത്തില്ല. എന്തായാലും ഇവിടെ കിടക്കാം. ഞാനിവിടെ ഡിണ്ടിഗൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി. 12:40 ആയപ്പോൾ എത്തിയായിരുന്നു. ഇന്നലെ രാത്രിക്ക് ഒരു 6 മണിക്ക് എഴുന്നേറ്റിട്ട് ഓടാന്ന് വിചാരിച്ചിട്ട് കിടന്ന് അലാറം വെച്ചിട്ട് അലാറം അടിഞ്ഞോ ഇല്ലയോ എന്നറിയില്ല, ഞാൻ കേട്ടില്ല. 8 മണിയായി എഴുന്നേക്കുമ്പോൾ ലേറ്റ്. ഈ ഒരു തുടക്കത്തിലുള്ള വീഡിയോയിൽ മാത്രമേ ഞാൻ പുറത്തെ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താണ്ടിരിക്കുള്ളൂ കേട്ടോ. അടുത്ത പ്രാവശ്യം മുതൽ ഞാനൊന്ന് പ്ലാൻ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞു. അവിടുന്ന് ഇവിടത്തേക്ക് 160 കിലോമീറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. വണ്ടി നല്ല ലോഡാണ്, നല്ല ടണ്ണേജാണ്. വണ്ടി മാക്സിമം 40-ലൊക്കെയാണ്, 40-30 സ്പീഡിലൊക്കെയാണ് പോകണത്. അതിൻ്റെ മുകളിലേക്ക് സ്പീഡ് കയറുന്നുണ്ട്. പക്ഷേ എനിക്കൊരു പേടിയാണ്, വണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ പാളി പോകുന്നുണ്ട്. ഞാൻ അത്രയും സ്പീഡിൽ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഇന്നലെ ആണെങ്കിൽ മഴയത്ത് പായ കിട്ടിയതും എല്ലാം കൂടെ ഭയങ്കര ടയേർഡാണ്. ഞാൻ വന്നിട്ട് കുറച്ച് കിടന്നു. രാവിലത്തെ ഉറക്കം ശരിയായി. ലോഡ് ഇറക്കണം. ഇനി ലോഡ് ഇറക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മുന്നിൽ ഒരു 4-5 വണ്ടി ഉണ്ട്. ആ വണ്ടി കഴിഞ്ഞാലേ എൻ്റെ വണ്ടിയിൽ ലോഡ് ഇറക്കത്തുള്ളൂ എന്ന് തോന്നണം. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ്. നല്ല നല്ല കണ്ടൻറ്റായിട്ട് ഞാൻ വരാം എന്തായാലും.
ഡ്രൈവേഴ്സ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ എല്ലാവരും മുന്നിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് യാത്ര ചെയ്യാം, പൈസ വാങ്ങിക്കൊണ്ട് യാത്ര ചെയ്യാം, എവിടെയും നിർത്തി കാഴ്ചയൊന്നും കാണാൻ പറ്റുമെന്നല്ല, നമുക്ക് റോഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം, ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടും, ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും, സംസാരിക്കാൻ പറ്റും, അവരുടെ പ്രശ്നങ്ങളും ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും, ഓരോ കൾച്ചർ കാണാൻ പറ്റും. ഞാൻ പണ്ട് മുതലേ ബൈക്ക് എടുത്തിട്ട് യാത്ര ചെയ്യുന്നതാണ്. സൗത്ത് ഇന്ത്യ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനൊരു ഡെസ്റ്റിനേഷൻ ട്രാവലറല്ല. ഒരു ഡെസ്റ്റിനേഷൻ വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോവുക അങ്ങനെയല്ല. ഞാനിങ്ങനെ റോഡിലൂടെ വെറുതെ ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ് എനിക്കിഷ്ടം. യാത്രയും അതിൻ്റെ കൂടെ തന്നെ ഡ്രൈവിങ്ങും എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മാക്സിമം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ. ഇപ്പോഴാണ് അൺലോഡിങ് നടക്കുന്നത്. ഇപ്പോൾ സമയം രാത്രി 8:20. അപ്പം ഇതിൻ്റെ അകത്ത് ഏറ്റവും മെയിനായിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലായിടത്തും പോയാലും പോസ്റ്റാകാൻ വില്ലിങ് ആയിട്ട് തന്നെ വരണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിലത്ത്, തമിഴ്നാട്ടിലാണ്, ഒരു മരത്തിൻ്റെ തണൽ പോലുമില്ല, വെയിലത്തിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ നട്ടുച്ചക്കും വെയിലത്താണ് വണ്ടിക്കകത്ത് ഇരിക്കണേ. അപ്പോൾ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്.